ഇവിടെ വന്നിരിക്കുന്ന യാത്രക്കാരുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും നിർബന്ധം കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം ഡിപ്പോ മാനേജറിലേക്ക് പോകാം. ഇത് ഡോക്ടർ നേരത്തെ ചോദിച്ചിരുന്നു ഇവിടുത്തെ വിശ്രമ കേന്ദ്രത്തെക്കുറിച്ച്. ഇതാണ് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലെ വിശ്രമ കേന്ദ്രം. നോക്കുക, ഈ മുറിയുടെ എല്ലാ ഭാഗങ്ങളിലും മുറുക്കി തുപ്പി വെച്ചിരിക്കുന്നു. അത് വളരെ മലിനമായ അന്തരീക്ഷത്തിലാണ്, വളരെ മലിനമായ സാഹചര്യത്തിലാണ് ഇവിടുത്തെ വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും മലിനമായി കിടക്കുന്നു. ഇത് വൃത്തിയാക്കുന്നതേയില്ല. സിഗരറ്റ് കുറ്റികളുണ്ട്, മുറുക്കി തുപ്പിയതിൻ്റെ പാടുകളാണ് മുഴുവനുള്ളത്. കസേരകൾ നോക്കുക, ഇതാണ് ഇവിടുത്തെ വിശ്രമ കേന്ദ്രം. തീർച്ചയായും ഉദ്യോഗസ്ഥരൊന്നും ഇങ്ങോട്ടൊന്നും വരാറില്ലേ? ഉദ്യോഗസ്ഥർ വരാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പണി മാത്രമാണ്. വന്ന് ഭായിമാരും പെണ്ണുങ്ങളും ഇവിടെ വന്ന് വേണ്ടാത്ത ഇതാണ് രീതിയാണ്. ഇവിടെ ഒരു ഇതുമില്ല. പോലീസുകാർ വന്നിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്, അവർ വരുമ്പോൾ ഓടിക്കും. പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ. അവരാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റേഷനിലേക്ക് വരുന്നതും. അവർ രാത്രി ഇവിടെ വന്ന് അന്തി ഉറങ്ങുന്നു, ഇവർ ഇവിടെ മലിനമാക്കുന്നു എന്നുള്ള പരാതിയാണ് ഇവിടുത്തെ ജീവനക്കാർ ഒക്കെ നമ്മളോട് പറയുന്നത്. ഈ ഇവിടെ രാത്രി രാത്രി കിടപ്പെന്ന് മാത്രമല്ല, വേണ്ടാത്ത വൃത്തികേട് മൊത്തം ഈ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഹിന്ദിക്കാര് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ വരണ്ട്, തമിഴ്ക്കാർ വരണ്ട്, മലയാളികൾ തന്നെയുണ്ട്. എന്തിനാ പറയണേ? മോശമായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്.